ദൈവത്തോടൊത്തുള്ള പറുദീസ സൗഭാഗ്യം അനുഭവിക്കാൻ സഹായിക്കുന്ന 9 കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്താ വിഷയമാക്കുന്നത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. ഉൽപ്പത്തി 1:28. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഉൽപ്പത്തി 2:15. ഈ തിരുവചന ഭാഗങ്ങൾ വ്യക്തമാക്കുന്നതുപോലെ തിന്മയെ കീഴടക്കാനും ദൈവത്തോടുകൂടെ പാർത്തുകൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മത്തിലും പരിപാലന ധർമ്മത്തിലും പങ്കുചേരാനുള്ള ഉത്തരവാദിത്വമാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യന് നൽകിയത്. ദൈവത്തിൻ്റെ കൂടെ വസിച്ച് കൂട്ടുവേലക്കാരാകാനും രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ പങ്കുചേരാനുമുള്ള വിളിയാണിത്. ദൈവത്തോടുകൂടെ പറുദീസ അനുഭവത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ ഈ ധർമ്മം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ വിളിയിൽ പങ്കുചേർന്ന് അനുഗ്രഹീതരാകുന്നതിന് 9 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. 1. ദൈവകൽപ്പനകൾ വിശ്വസ്തയോടെ പാലിക്കുക. സാത്താന്റെ പ്രലോഭനത്താൽ ദൈവത്തെ അവിശ്വസിച്ച് കൽപ്പന ലംഘിക്കാൻ ഇടയാകരുത്. 2. തിന്മയുടെ സ്വരത്തിന് ചെവി കൊടുത്ത് ജഡികതയുടെ കണ്ണ് തുറക്കാനും ജഡമോഹങ്ങൾ നമ്മെ കീഴടക്കാനും ഇടയാക്കരുത്. 3. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വചനത്തിന് ചെവി കൊടുത്ത് ജ്ഞാനദൃഷ്ടി തുറക്കപ്പെട്ട് തിന്മയെ കീഴടക്കാൻ പരിശ്രമിക്കണം. 4. സഹോദരൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട കായനെ പോലെ ആകരുത് നാം. 5. നോഹയെപ്പോലെ തലമുറയിലെ കറയറ്റ മനുഷ്യരായി ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുക. ഹേനോക്കിനെ പോലെ ദൈവത്തിന് പ്രിയങ്കരരായി ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുക. ആബേലിനെ പോലെ ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കുക. 6. സ്വന്തം മഹത്വം നിലനിർത്താൻ ഗോപുരം പണിയുന്നവരാകരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതെന്തോ അതാണ് മനുഷ്യന്റെ സൗഭാഗ്യമെന്ന സത്യം മറക്കരുത്. 7. ദൈവിക പദ്ധതിക്കും അവിടുത്തെ തിരുമനസ്സിനും അനുയോജ്യമായിരിക്കണം മനുഷ്യന്റെ ഹൃദയാഭിലാഷവും അവൻ്റെ ലക്ഷ്യവും. 8. എപ്പോഴും ദൈവേഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തിലുപരിയായി പ്രതിഷ്ഠിക്കുക. 9. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യമാക്കി ദൈവസന്നിധിയിലേക്ക് ആരോഹണം ചെയ്യാൻ നിരന്തരം പരിശ്രമിക്കുക. ഈ 9 കാര്യങ്ങളും ശ്രദ്ധിച്ച് തിന്മയെ കീഴടക്കി ദൈവദത്തമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി ദൈവത്തോടൊത്തുള്ള പറുദീസ സൗഭാഗ്യം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ സഹായിച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ.